കണ്ടില്ല, വൺ ടച്ച് തന്നെ ഓപ്പൺ ചെയ്യുക, വൺ ടച്ച് തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. സോ ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് ഈ ഒരു സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ഈ ഒരു സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുഷ് ചെയ്താൽ മാത്രമേ ആ ഒരു കപ്പ് ഹോൾഡിംഗ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ, അല്ലാത്ത സമയം നമുക്ക് നല്ല സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫീച്ചറാണ്. ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ്. റിയറിൽ വരുന്ന ഈ ഒരു സീറ്റ് വെന്റിലേഷനും അതുപോലെ തന്നെ റിക്ലൈനിങ് ഓഫ് ബോൾഡ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഡിസൈനും കൂടി ആയിരിക്കും വരിക. കാരണം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് DRL കൊടുത്തിരിക്കുന്നത്. അതും ഒരു യുണീക് ഷേപ്പ് തന്നെയാണ്. കാരണം ടെയിൽ ലൈറ്റിന്റെ ഏരിയ ആണ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയറിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. അതായത് ഈ ഒരു സീറ്റ് മാത്രം, ഈ സപ്പോർട്ട് ഇല്ല, സീറ്റിന്റെ കാര്യത്തിൽ റിയറിലും വെന്റിലേഷൻ വരുന്നുണ്ട്. പക്ഷെ നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി പനോരമിക് സൺറൂഫും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം 30 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ, ലാർജ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണം മൾട്ടി ഫംഗ്ഷൻ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB ഓൺലൈൻ കൊടുക്കാം, USB വിത്ത് ചാർജിംഗ് കൊടുക്കാം. 85 കിലോവാട്ട് പവറും അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ ടോർക്കും. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റീസെന്റ് കിയുടെ ലോഞ്ച് ചെയ്ത സിറോസിന്റെ വിശേഷങ്ങളായിട്ടാണ്. കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഡിസൈൻ തന്നെയാണ് സിറോസ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ. സിറോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മീനിങ് എന്ന് പറയുന്നത് ഗ്രീക്കിലെ ഒരു ഐലൻഡിന്റെ പേരാണ് ശരിക്കും സിറോസ് എന്ന് പറയുന്നത്. കിയുടെ സിറോസ് എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കണം മീനിങ്. പിന്നെ ഒരു മീനിങ് ഉള്ളത് നമ്മൾ റോക്കി എന്നൊരു മീനിങ് ഉണ്ട്. റോക്കി അല്ലെങ്കിൽ ഹാപ്പി എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് കൂടി വരുന്നുണ്ട് സിറോസിന്റെ മീനിങ്. അപ്പൊ മേ ബി ഇതൊരു റോക്കിംഗ് വണ്ടി തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിരിക്കുന്നത് മെയിനായിട്ട് K1 പ്ലാറ്റ്ഫോമിലാണ്. നമ്മളെ സെൽറ്റോസും സോണറ്റ് ഒക്കെ K2 പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് K1 പ്ലാറ്റ്ഫോമിലാണ്. പക്ഷെ K1 പ്ലാറ്റ്ഫോമിലായാൽ പോലും ഇതിന്റെ സ്പേസിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഡയമെൻഷൻ വൈസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചർ ആയാലും ഓവർലോഡഡ് ഫീച്ചറും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഒരു ബോൾഡ് ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഡിസൈനും കൂടി ആയിരിക്കും വരിക. കാരണം യൂഷ്വലി ഉണ്ടായിരുന്ന ഡിസൈനിൽ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് എക്സാക്ട്ലി പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോണറ്റിന്റെയും സെൽറ്റോസിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ ഒരു മിഡിൽ ആയിട്ട് തന്നെയായിരിക്കും പ്രൈസിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടാവുക. നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു ഹുഡും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കിയന്റെ പുതിയ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം ക്ലോസ്ഡ് ആയിട്ടാണ്. ഈ ഗ്രില്ലിന്റെ പോർഷൻ ഒക്കെ മെജോറിറ്റി ക്ലോസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ EV വെഹിക്കിൾസിലൊക്കെയാണ് യൂഷ്വലി കാണാറുള്ളത്. പക്ഷെ ഇത് ഈ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയന്റിൽ തന്നെ നമുക്ക് ഇവിടെ മൊത്തം ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ മാത്രമാണ് കുറച്ച് ഗ്രില്ലിന്റെ പോർഷൻ നമുക്ക് കാണാവുന്നുള്ളൂ. ഇവിടെ നമുക്ക് 360 ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 16 ഫീച്ചർ അടങ്ങിയ അഡാസ് ലെവൽ 2 ഈ വാഹനത്തിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്കിഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം, പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് DRL കൊടുത്തിരിക്കുന്നത്. അതും ഒരു യുണീക് ഷേപ്പ് തന്നെയാണ്. 3 ചേമ്പേഴ്സ് പോലെ ഐസ് ക്യൂബ്സിന്റെ ഷേപ്പ് എന്നൊക്കെയാണ് കിയ പറയുന്നതെങ്കിൽ ഐസ് ക്യൂബ്സിന്റെ ഷേപ്പ് പോലെയാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് തന്നെ ഈ ഒരു വീലാർച്ച് ആണ്. ഒരു സ്ക്വയർ ഡിസൈനിലാണ് ഇതിന്റെ വീലാർച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു സൈഡിലും പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചർ ആണ് കേട്ടോ, കാരണം സൈഡിൽ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീല് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ കട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. 17 ഇഞ്ചിന്റെ ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു 17 ഇഞ്ച് വരിക. അതിന്റെ തൊട്ട് താഴത്തെ വേരിയന്റിലൊക്കെ വരുന്നത് 16 ഇഞ്ചിന്റെ അലോയ് കട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ വീൽസും വരുന്നുണ്ട്. നമുക്ക് സ്പെയർ വീൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 15 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കേട്ടോ. ഇത് ടോപ്പ് എൻഡിലുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ പ്രൊഫൈൽ വന്ന് 215/55 ആണ് ടയറിന്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഇത് വരുന്നത് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് എന്നാണ് പറയാ. ഓപ്പണിംഗ് വരുന്നത് ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. സോ ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് ഈ ഒരു സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ഈ ഒരു സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്. ലോക്കിംഗ്, അൺലോക്കിംഗ്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ കീനോബ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ കീനോബിൽ നമുക്ക് ലോക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ കീനോബിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു റൂഫ് റെയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഇതിന്റെ മുകളിലെ ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ നല്ലൊരു റൂഫ് റെയിലും ഈ ഒരു സിറോസിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സി പില്ലറിലേക്ക് വരുമ്പോഴാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ. പക്ക ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. ഒരു ബോൾഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സി പില്ലറിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ എന്നൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ടെയിൽ ലൈറ്റിന്റെ ഏരിയ ആണ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എൽ ഷേപ്പ് പോലെയാണ് ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ കിയന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിറോസ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ടാണ് 7 DCT ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണാം. ഷാർഫിൻ ആന്റിന വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ കൊടുത്ത് നല്ല ഡിസൈൻ വൈസ് നല്ല കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ കിയുടെ കണക്ട് 2.0 കണക്റ്റഡ് കാർ ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. റിയർ വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റ് ആയാലും അടിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫിനിഷ് ഒരു സിൽവർ അലൂമിനിയം ഫിനിഷ് പോലത്തെ ഈ ഒരു ഫിനിഷിങ്ങും കൊള്ളാം. റിയറിലേക്കുള്ള അത്യാവശ്യം ഒരു ബൾക്കി ഫീൽ തന്നെ റിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ യൂണിറ്റ് സെൻട്രൽ ലൈറ്റിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കാം. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. 465 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് കാണാം ചെറിയൊരു പാർസൽ ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ സ്പെയർ വീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പെയർ വീൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 ഇഞ്ചിന്റെ സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പാർസൽ ട്രേ ചെറുതായതും അതുപോലെ തന്നെ ഇവിടെ അത്രയും ഗ്യാപ്പ് വന്നത് എന്താന്നുള്ള റീസൺ നമുക്ക് ഇന്റീരിയർ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ നൗ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ദ ഇന്റീരിയർ ഓഫ് സിറോസ്. അങ്ങനെ നമ്മൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ലെതർ ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഒക്കെ ഇത് പ്ലാസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോസി എഫക്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷോട് കൂടി ഇവിടെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡോറിന്റെ കൺട്രോളിങ്സ് ഒക്കെ സെയിം തന്നെ. മിററിന്റെ കൺട്രോളിങ്സ് ഡോറിന്റെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരു വെന്റിലേഷന്റെ സീറ്റ് വെന്റിലേഷന്റെ പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു ബട്ടൺ നോക്കുന്ന ഈ ഒരു കൺട്രോളിംഗിലാണ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം സ്പീക്കർ യൂണിറ്റ് ഹർമൻ കാർഡത്തിന്റെ സ്പീക്കർ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. വിച്ച് ഈസ് ലൈക്ക് അത്രയും നല്ല പെർഫോമൻസും കൂടിയാണ്. 8 സ്പീക്കേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു വിൻഡോന്റെ കൺട്രോളിംഗ് വൺ ടച്ച് തന്നെ നമുക്ക് 4 സൈഡും ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നുണ്ട്. കണ്ടില്ല, വൺ ടച്ച് തന്നെ ഓപ്പൺ ചെയ്യുക, വൺ ടച്ച് തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. ഇവിടെയും ഇതുപോലെ തന്നെ 4 സൈഡും നമുക്ക് വൺ ടച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഡ്യുവൽ ടോൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ ഗ്രേ കളറിലാണ് ഈ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ. ടോപ്പ് എൻഡിലേക്കാണ് ഈ ഒരു വേരിയന്റ് ഈ ഒരു കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെ വരുന്നത്. വെന്റിലേറ്റഡ് തന്നെയാണ്. 2 സീറ്റും വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിയറിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. അതായത് ഈ ഒരു സീറ്റ് മാത്രം, ഈ സപ്പോർട്ട് ഇല്ല. സീറ്റിന്റെ കാര്യത്തിൽ റിയറിലും വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഹൈറ്റ് മാത്രം മാനുവലി അഡ്ജസ്റ്റിംഗ് ആണ്. ഹൈറ്റിന്റെ കാര്യം മാത്രം മാനുവലി അഡ്ജസ്റ്റിംഗും ബാക്കിയൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AC വെന്റിന്റെ തൊട്ട് മേലായിട്ട് ഒരു ഗ്ലോസി എഫക്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇവിടെ പിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സ്, അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. IRVM വന്നിരിക്കുന്നത് ഓട്ടോ ഡിമിങ് തന്നെയാണ്. ഓട്ടോ ഡിമിങ് IRVM കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലാമ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു പനോരമിക് സൺറൂഫ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി പനോരമിക് സൺറൂഫും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. റിയറിലൊക്കെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ കിട്ടും. ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ മിറേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലാമ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സെൻട്രലിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു ലാർജ് ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 30 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 12.5 ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ 12.5 ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം 30 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ, ലാർജ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പനോരമിക് സ്ക്രീൻ എന്ന് നമുക്ക് പറയാം. ഒരുപാട് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടയർ പ്രഷർ, കിലോമീറ്ററിന്റെ റേഞ്ച്, ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെൻട്രൽ തന്നെ ഇവിടെ മൂവ് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൺട്രോളിങ്സ് മൊത്തം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് കാര്യങ്ങൾ, മീഡിയന്റെ കൺട്രോളിങ്സ് ഒക്കെ മാനുവലായിട്ടും ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. സെർച്ച് ചെയ്യാം, മാപ്പ്, ഹോം സ്ക്രീൻ. പിന്നെ അതുപോലെ തന്നെ വോളിയത്തിന്റെ കൺട്രോളിംഗ് ഇവിടെ ഒരു റോളർ പോലത്തെ ഒരു ബട്ടണാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതും അത്യാവശ്യം കൊള്ളാം. AC വെൻസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള, അതായത് ക്ലൈമറ്റിന്റെ മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് ഓൺ ആക്കാം, ടെമ്പറേച്ചർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. തൊട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മൾട്ടി ഫംഗ്ഷൻ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB ഓൺലൈൻ കൊടുക്കാം, USB വിത്ത് ചാർജിങ് കൊടുക്കാം. ആ രണ്ട് ഓപ്ഷനും നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ടൈപ്പ് സിയും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാം വയർലെസ് ചാർജിങ്ങിന്റെ ഏരിയ വന്നിട്ടുണ്ട്. നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെന്ററിലേക്ക് വരുമ്പോൾ ഗിയർ നോബ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നോബ് ആണ് കൊടുത്തിരിക്കുന്നത്. പെട്രോളിൽ വരുന്ന 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 7 സ്പീഡ് DC ആണ് വന്നിരിക്കുന്നത്. ഡീസലിലേക്ക് വരുമ്പോൾ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഉണ്ടാവാറ് ഒന്നെങ്കിൽ ഈ സൈഡിലോ അല്ലെ ഈ സൈഡിലോ ഉണ്ടാവല്. അപ്പൊ ഈ ഒരു സെൻട്രൽ കൺസോളിലാണ് ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ട്, ശരിക്കും ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഫാമിലി ഒക്കെ ഇപ്പൊ റിയറിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഡ്രൈവർ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഇൻ കേസ് നമുക്കൊന്ന് AC അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഒന്ന് ഓൺ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. റിയറിനാകുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ആക്സസ് കുറച്ചും കൂടി അടുത്താണ്. നെഗറ്റീവ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ സെൻട്രൽ കൺസോളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു സെൻട്രൽ കൺസോളിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തത് നല്ലൊരു ഫീച്ചർ ആണോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പാർക്കിങ്ങിന്റെയും അതുപോലെ തന്നെ 360 ക്യാമറന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വണ്ടി വൈറ്റ് കളർ തന്നെയാണ്, വൈറ്റ് കളർ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. നല്ല വിഷ്വലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 ക്യാമറയുടെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെൻട്രൽ ലൈറ്റ് തന്നെ ഒരു സ്റ്റോറേജും കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുപോലെ നമുക്ക് പുഷ് ചെയ്താൽ മാത്രമേ ആ ഒരു കപ്പ് ഹോൾഡിങ് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അല്ലാത്ത സമയം നമുക്ക് നല്ല സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫീച്ചറാണ്. 2 ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജും ഇതിന്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. എയർ പ്യൂരിഫയർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു എയർ പ്യൂരിഫയറിന്റെ കൺട്രോളിങ്സ് ആണ് റിയൽ വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോളിങ്സ് കിയാന്റെ ബാഡ്ജിങ് കാണാം. സെൻട്രൽ എന്ന് പറയത്തില്ല, കുറച്ച് സൈഡായിട്ട് തന്നെ കിയാന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ഓഡിയോ കൺട്രോളിങ്സും അതുപോലെ തന്നെ വോളിയത്തിന്റെ കൺട്രോളിങ്സും ഒക്കെ ഈ ഒരു സൈഡിലേക്ക് കൊടുത്തു. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ മോഡ് വന്നിട്ടുണ്ട്. ഇവിടെ ട്രാക്ഷൻ മോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്ഷൻ മോഡൊക്കെ ഇവിടെ സ്നോ, മഡ്, സാൻഡ് എന്നുള്ള ട്രാക്ഷൻ മോഡ് ഇതാ ഇതിൽ കാണാം. അതിന്റെ കൺട്രോളിങ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ മോഡ് സെലക്ട് ചെയ്യുന്ന എക്കോ, നോർമൽ, സ്പോർട്ട് 3 ഡ്രൈ മോഡ് അവൈലബിൾ ആണ്. ഈ ഡ്രൈ മോഡൊക്കെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെയാണ്. സാധാരണ ഉണ്ടാവില്ല ഈ ഒരു സെൻട്രൽ കൺസോളിലായിരിക്കും ഈ ഒരു ഡ്രൈ മോഡിന്റെ നോബും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ. ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലാണ്. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി പാർക്കിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിന്റെ ബട്ടണൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഉണ്ടാവുക ഈ സെൻട്രൽ കൺസോളിലാണെങ്കിൽ ഇതിൽ വരുമ്പോൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷന്റെ ബട്ടൺ ഇവിടെ തന്നെയാണ്. ഹെഡ്ലൈറ്റിന്റെ കൺട്രോളിങ്സിന്റെ ആ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക്കലി പാർക്കിങ്ങും അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിന്റെ ബട്ടണൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ലെതർ റാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ. റിയറിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ലെഗ് റൂം ആയാലും ഇത്രയും സ്പേസ് ഉണ്ട്. ലെഗ് റൂം, ഹെഡ് റൂം ആയാലും ഈ ഒരു സ്പേസ് ഇതാ 2 കൈയിന്റെ ഏകദേശം ആ ഒരു സ്പേസിലാണ്. റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെയാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു USP എന്ന് പറയുന്നത്. നമ്മുടെ സിറോസിന്റെ ഒരു USP നോക്കുകയാണെങ്കിൽ റിയലത്തെ ആ ഒരു സ്പേസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് റിയലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഈ ഒരു സൈഡ് ഇല്ല, ഈ ഒരു സീറ്റിങ്ങിന്റെ ഈ ഒരു ഏരിയ മാത്രം. ഇതിന്റെ 2 വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് തന്നെ ആംറസ്റ്റും കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാം സ്മാർട്ട് എയർ പ്യൂരിഫയറിന്റെ ഒരു ഏരിയ. സാധാരണ കിയയിലൊക്കെ ഉണ്ടാവുന്ന തന്നെയാണ്. പിന്നെ AC വെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 Type-C ചാർജിങ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഫയലും കാര്യങ്ങളൊക്കെ
പ്ലേസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ലാമ്പ് വന്നിട്ടുണ്ട്, രണ്ട് സൈഡും ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇരിക്കുന്ന നല്ല റിക്ലൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ റിയറിൽ നമ്മൾ ആ ഒരു പാർസൽ ട്രേ എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നതെന്ന് അത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായി. ഈ ഒരു റിക്ലൈനിങ് വരുന്നതുകൊണ്ടാണ് ആ ഒരു പാർസൽ ട്രേന്റെ ആ ഒരു ഗ്യാപ്പ് ബാക്കിൽ വരാനുള്ള കാരണം. നമുക്ക് ഈ സീറ്റ് റിക്ലൈൻ ചെയ്തിടാൻ പറ്റും. നമുക്ക് യൂഷ്വലി നമുക്ക് ഈ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ റിക്ലൈൻ ചെയ്ത് നല്ല വിശാലമായിട്ട് ഇരിക്കാം കേട്ടോ. ഇത്രയും ഏരിയ നമുക്ക് റിക്ലൈൻ ചെയ്തിടാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് റിയറിൽ വരുന്ന ഈ ഒരു സീറ്റ് വെന്റിലേഷനും അതുപോലെ തന്നെ റിക്ലൈനിങ് ഓപ്ഷനും. പിന്നെ അതുപോലെ തന്നെ റിയറിൽ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൺ ടച്ച് ആയിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വൺ ടച്ച് ആയിട്ട് തന്നെ 4 ഡോറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വെന്റിലേഷൻ കൺട്രോളും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സീറ്റ് വെന്റിലേഷന്റെ കൺട്രോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലെ വെന്റിലേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഷെയ്ഡ്സ് ഒക്കെ ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീനോബിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ലോക്കിംഗ് അൺലോക്കിംഗ് അല്ലാതെ തന്നെ 4 വിൻഡോയും നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ എൻജിൻ ഓൺ ആക്കാനും പറ്റും. നമുക്ക് ഈ ഒരു ഹോൾഡ് ബട്ടൺ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻജിൻ നമുക്ക് ഓൺ ആക്കാൻ പറ്റും. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. 4 ഡോസും ക്ലോസ് ആയിരിക്കണം. അതുപോലെ തന്നെ വിൻഡോ മൊത്തം ക്ലോസ് ആയിരിക്കണം. ഹാൻഡ് ബ്രേക്കിലായിരിക്കണം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിലായിരിക്കണം. വീലിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണെങ്കിൽ ഈ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഓൺ ആക്കാൻ പറ്റും. ഇത് ഞാൻ അൺലോക്ക് ചെയ്യാണ്. ഈ അൺലോക്കിംഗ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൻഡോ 4 സൈഡിലെ വിൻഡോയും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. ഇതാണ് എഞ്ചിൻ ക്യാബിന് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് 7DCT ആയതുകൊണ്ട് അതിന്റെ ടർബോ GDI എഞ്ചിന്റെ പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നീറ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയയും. നമുക്ക് ഈ ഒരു സിറോസിൽ 2 സെഗ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ഡീസൽ സെഗ്മെന്റും അതുപോലെ തന്നെ പെട്രോൾ സെഗ്മെന്റും. പെട്രോൾ വരുന്ന 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഡീസലിലേക്ക് വരുമ്പോൾ 1.5 ലിറ്റർ ആയിരിക്കും വരിക. ഡീസലിലേക്ക് വരുമ്പോൾ നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് വരുന്നത് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ്. ഇനി പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് 7DCT ആണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നത് 88 കിലോ വാട്ടിന്റെ പവർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് വരുമ്പോൾ 172 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ 85 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആണ്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഇത് ഫ്രോസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ മൊത്തം 8 കളേഴ്സ്, ഇത് കൂടാതെ 7 കളേഴ്സ് അവൈലബിൾ ആണ്. ടോട്ടൽ 8 കളേഴ്സ് ഈ ഒരു എക്സ്റ്റീരിയറിൽ തന്നെ അവൈലബിൾ ആണ്. ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ 4 കളേഴ്സ്, 4 പാറ്റേൺ നമുക്ക് ഇന്റീരിയർ അവൈലബിൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജാനുവരി 31 ഇതിന്റെ പ്രൈസ് റേഞ്ച് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 3 പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വരാനുള്ളത്. പ്രൈസ് റേഞ്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്നാണ് ഏകദേശം ഒരു ധാരണ. അപ്പൊ ഇന്ന് ഈ വാഹനം നമുക്ക് വാക്ക് അറൗണ്ട് ചെയ്യാൻ തന്നിരിക്കുന്നത് കിയുടെ DKHലാണ്. കാലിക്കറ്റുള്ള ഔട്ട്ലെറ്റിലാണ്. കാലിക്കറ്റ് വെസ്റ്റിൽ അത്താണിക്കുള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഫെബ്രുവരി കാര്യത്തിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരെ കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എൻക്വയറി ചെയ്യാം. എൻക്വയറി ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സിറോസിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.